CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് നിലമ്പൂർ MLA PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര MLA എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹം CPMന്റെ പാർലമെന്ററി പാർട്ടി അംഗവുമാണ് എന്ന് തുടങ്ങുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് ഫേസ്ബുക്ക് പേജിലടക്കം പങ്കുവെക്കുകയും മാധ്യമങ്ങൾക്ക് പങ്കുവെച്ച് നൽകുകയും ഒക്കെ ചെയ്തു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം 5 മണിക്ക് സമയം എണ്ണി പറഞ്ഞ PV അൻവർ മാധ്യമങ്ങളെ കാണുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണ്ണക്കടത്തിലൊരു പങ്കുണ്ടോ, അതിൽ നിന്ന് പങ്ക് കിട്ടുന്നുണ്ടോ എന്ന ഒരു സംശയവും ചോദ്യവും ആരോപണവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ആൾക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ച ഒരു MLA ആണ് ഇനി സംസാരിക്കരുതേ എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥനയുടെ സ്വഭാവത്തിൽ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് അത്രമേൽ വശംവദരാകാൻ, അത്രമേൽ കീഴ്പ്പെട്ട് നിൽക്കാൻ CPMന് കഴിയുന്നത് PV അൻവറിന് മുന്നിൽ? മാധു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ജനാധിപത്യ പ്രസ്ഥാനമാണല്ലോ. ഞങ്ങൾ പാർലമെൻ്ററി കമ്മിറ്റി അംഗമാണ് അൻവർ, അല്ലാതെ CPMൻ്റെ ഏതെങ്കിലും ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല അൻവർ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് വളരെ കൃത്യമായി ഗവൺമെൻറ്റും അതുപോലെ തന്നെ പാർട്ടിയുമെല്ലാം അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത് അന്വേഷണം നടക്കേണ്ടിടത്ത്, അതായത് വിജിലൻസ് അന്വേഷണം വരെ ആവശ്യമുള്ളത് നടത്തുന്നതിന് ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി, ഏറ്റവും ഗൗരവത്തോടു കൂടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുമാണ് ഞങ്ങളുടെ പാർട്ടി. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു MLA ഉന്നയിച്ച വിഷയത്തിൻ്റെ മുകളിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ പിന്നീടും ഇദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് ശരിയല്ല, അതിൽ നിന്ന് പിന്മാറണം എന്ന് ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു സ്വതന്ത്രനായി CPMൻ്റെ പിന്തുണയോടുകൂടി വിജയിച്ച MLA എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് CPM അഭ്യർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറയുക. അല്ലാതെ മറിച്ച് ഇപ്പോൾ അദ്ദേഹത്തെ മറ്റ് പാർട്ടി ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഘടകങ്ങളിലാണ് സാധാരണ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാറ്. ആ ഘടകങ്ങളിൽ ഉന്നയിക്കുന്ന ഒരു ജനാധിപത്യ രീതി ഞങ്ങൾക്കുണ്ട്. എന്നാൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു ഘടകങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ അൻവറിനെ തിരുത്തുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അതോടൊപ്പം അൻവറിൻ്റെ പ്രചരണങ്ങളിൽ ആരെങ്കിലും വീണു പോകുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ള ഒരു സന്ദേശം കൂടി തന്നെയാണ് CPM കൊടുക്കുന്നത്. അതിലെന്താ തെറ്റ്? ശ്രീ വി വസീഫ്, അൻവറിനെ തിരുത്തുക എന്ന ലക്ഷ്യമുണ്ട്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ CPMന്റെ രീതി എന്നുള്ളതൊക്കെയാണ് അങ്ങിപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നു, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി അംഗമാണ്, CPMന്റെ സ്വതന്ത്ര MLA ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ MLA എന്ന് പറയുന്നത് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുകയാണ്, അങ്ങനെയുള്ള ഒരാൾ പാർട്ടിയുടെ ഘടകങ്ങളിലാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത്, അല്ലാതെ മാധ്യമങ്ങളോട് പോയി പറയുകയല്ല. അങ്ങനെ തുടക്കം മുതൽ സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലും വലിയ തോതിൽ വിവാദത്തിലേക്കും വലിച്ചെറിഞ്ഞ ഒരാളോടാണ് CPMന്റെ ഈ നയ ചാതുരി പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അത്ഭുതത്തോടെ ഞാൻ നോക്കിക്കാണുന്നത്. ഇപ്പോൾ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണെന്നിരിക്കെ, അല്ലെങ്കിൽ വളരെ സമരതീക്ഷണമായ ത്യാഗദർഭരമായ സമരചരിത്രമുള്ള പാർട്ടി ചരിത്രമുള്ള ഒരാളോടാണ് എങ്കിൽ ഈ ആനുകൂല്യം മനസ്സിലാകുമെന്ന്. ഇതങ്ങനെയല്ല. തള്ളിപ്പറയാൻ ഒരു മുടക്കമില്ലാത്ത, തള്ളിപ്പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത, CPMന്റെ പാരമ്പര്യത്തിനോ CPMന്റെ സമരചരിത്രത്തിനോ CPMന്റെ പാർട്ടി പദവികൾക്കോ ലെവലേശം നഷ്ടമുണ്ടാക്കാത്ത ഒരാളോടാണ് ഈ ആനുകൂല്യം എന്ന് പറയുന്നത്. എന്ത് ആരോപണമാണ് ശ്രീ വി വസീഫ്, എന്ത് ആരോപണമാണ് ഉന്നയിക്കുന്നത്? അതിന്റെ ഗൗരവം പാർട്ടിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന, പാർട്ടി ചുമതലയേൽപ്പിച്ച, വളരെ സ്തുത്യർഹമായ മാതൃകാപരമായ സേവനം നടത്തുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞയാൾക്ക് സ്വർണ്ണക്കടത്തിലൊരു പങ്കുണ്ട്, അതിന് കൊള്ളയ്ക്കും കൊലയ്ക്കും അടക്കം പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഗൗരവതരമായ ഒരു കാര്യമല്ല എന്നുള്ളതാണോ? പാർട്ടിക്ക് ചെവിക്ക് പിടിച്ച് പുറത്തു കളയാൻ കഴിയാത്ത എന്ത് പേടിയാണ് PV അൻവറിനോടുള്ളത്? ഇപ്പോൾ ഞങ്ങൾ അൻവറിനെ അങ്ങനെ ചെവിക്ക് പിടിച്ച് നിങ്ങൾ പറയുന്നത് പോലെ പുറത്താക്കിയെന്ന് നോക്കുക. എന്തായിരിക്കും മാധുവിൻ്റെ ഇന്നത്തെ ചർച്ച? ആരോപണം ഉന്നയിച്ച PV അൻവറിനെ പുറത്താക്കി. ഈ ആരോപണത്തെ ഭയക്കുന്നോ?
എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, ഈ ആരോപണത്തെ മാധ്യമങ്ങൾക്ക് പി വി അൻവറിനോട് അങ്ങനെ ഒരു ആനുകൂല്യമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താണ് മാധ്യമങ്ങൾക്ക് പി വി അൻവറിനോട് ഈ പ്രണയം വന്നു എന്നൊരു തോന്നലുണ്ടായത്? ഞാൻ പറഞ്ഞോട്ടെ മാധു. അപ്പോൾ ഇവിടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണത്തിനാണ് ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതിനുള്ള നിർദ്ദേശവും അതിനുള്ള ഇടപെടലും തന്നെയാണ് CPM നടത്തുന്നത്. അങ്ങനെ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കാര്യങ്ങൾ പറഞ്ഞു, പിരിഞ്ഞുപോയി. പിന്നീടും തുടർച്ചയായി ഇങ്ങനെ പത്രസമ്മേളനം നടത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പിന്തുണച്ച, അദ്ദേഹത്തെ MLA ആക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ച പാർട്ടി എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പറയുക. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം തിരുത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെയല്ല ഞങ്ങളാരും എന്ത് ചെയ്യാൻ പോകുന്നത്, ഒളിപ്പിച്ചു വെക്കാനൊന്നും ശ്രമിക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് അതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ ആ ശരി ഏറ്റവും കൃത്യമായി തന്നെ അക്കൗണ്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ അന്വേഷണമില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഒരു സംശയവുമില്ലാതെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? പാർട്ടി അന്വേഷണമുണ്ടോ? അല്ല മാധു, ആ പത്രസമ്മേളനം മാധുവും പൂർണ്ണമായി കേട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഈ പി ശശിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുവെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഖാവാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ആരും തെറ്റ് ചെയ്താലോ ശരിയല്ലാത്ത മാർഗത്തിൽ ഇടപെടുകയോ ചെയ്താൽ ആരെയും സംരക്ഷിക്കില്ല. അത് ഞാനാവട്ടെ മറ്റേതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിക്കുന്നവരട്ടെ ആരെയും അങ്ങനെ ഒരു തെറ്റിന് നേതൃത്വം കൊടുത്താൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നിലപാടും സ്വീകരിക്കില്ല എന്ന് തന്നെയാ പറഞ്ഞത്. ശശിയോട് അനധികൃതമായ ചില സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അത് അംഗീകരിച്ചു കിട്ടാത്തപ്പോൾ പലതും വിളിച്ചു പറയുന്നതാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തിനില്ല. പാർട്ടി ഏൽപ്പിച്ച കാര്യം സ്തുത്യർഹമായി ചെയ്യുന്ന ഒരാൾ, മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരാൾ എന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പൂർണ്ണ കവചം തീർക്കുന്നുണ്ട്, ഒരു ജനറലൈസേഷനും ഇട കൊടുക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ അങ്ങ് പറയാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണമുണ്ട് എന്ന്. മുഖ്യമന്ത്രി ഈ പറഞ്ഞതിനപ്പുറത്ത് പാർട്ടിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. പറ്റുമെങ്കിൽ മാധു ആ ഭാഗം ഒന്ന് എനിക്ക് അത്രയും ആ വാക്കുകളിലൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. ആ ഭാഗം ഒന്ന് പൂർണ്ണമായി കേട്ടാൽ ആ ചോദ്യം ചോദിക്കുകയും അതിന് മറുപടി പറയുന്നതും ഒന്ന് കാണിച്ചാൽ നന്നാകും. അതിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ആർക്കെതിരെയും തെറ്റുണ്ടായാൽ ഏതൊരു നേതാവിനെതിരെയും നടപടിയെടുക്കുന്നതിന് ഒരു മടിയുമില്ലാത്തവരാണ് ഞങ്ങള്. നിലവിലുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അത് ആർക്കും എന്നാണ് പറയുന്നത്. അത് ആർക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൃത്യമായി പേരെടുത്ത് പറഞ്ഞ് 2 തവണ ഈ പറയുന്ന കൃത്യമായി ഒരു സംശയത്തിനും ഇടയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നുണ്ട്. ഒരന്വേഷണവും ഇല്ല എന്ന് പറയുന്നുണ്ട്. മാതൃകാപരമായ പെരുമാറ്റം പ്രവർത്തനം നടത്തുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. പി ശശിയോട് അനധികൃതമായ സഹായങ്ങൾ ആവശ്യപ്പെട്ട നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ പലതും വിളിച്ചു പറയുന്നതാകാം എന്നതടക്കമുള്ള ആനുകൂല്യവും നൽകുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നങ്ങ് പറയുന്നുണ്ടോ? അതാണ് മാധു ഞാൻ പറഞ്ഞത്. നിലവിലുള്ള ബോധ്യത്തിനനുസരിച്ചല്ലേ നമ്മളൊക്കെ സംസാരിക്കുക. ആ നിലവിലുള്ള ബോധ്യത്തെ മാറ്റണമെങ്കിൽ, മറിച്ചൊരു അഭിപ്രായം നമുക്ക് വരണമെങ്കിൽ നമ്മുടെ മുമ്പിൽ അതിൻ്റെ ഫാക്ട് ഫിഗേഴ്സ് ഒക്കെ എത്തണം. നമുക്ക് എന്തെങ്കിലും ശരിയായ വിവരങ്ങൾ കിട്ടണം. അതിന് അന്വേഷണമൊക്കെ ഉണ്ടാകണം. ആ അന്വേഷണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ഘടകങ്ങളിലായാലും നമ്മൾ നടപടികളിലേക്കൊക്കെ പോവുക. ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ചത്, അങ്ങനെ അന്വേഷണമുണ്ടോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ? മനസ്സിലാക്കിയാ പോരാ. സ്വാഭാവികമായിട്ടും ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചാലും അത് പല തരത്തിലുള്ള അന്വേഷണങ്ങൾ പരിശോധനകളൊക്കെ നടത്താനുള്ള നല്ല സംവിധാനം
പാർട്ടിക്കകത്തുണ്ട്. ആ ആരോപണങ്ങളിലൊക്കെ ശരി, കൃത്യമായ സംവിധാനമുണ്ട് പരിശോധന എന്നതിൽ നമുക്ക് ഉണ്ടാകും. തർക്കമൊന്നുമില്ല. പോലീസുണ്ട്, വസ്തുതാപരമാണെങ്കിൽ കോടതിയുണ്ടെന്നൊക്കെ അതിൽ പാർട്ടി നടപടി ഉണ്ടാകും. നേതാക്കൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. വസ്തുതാപരമല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഈ സംവിധാനം വസ്തുതാപരമല്ലെങ്കിൽ ഉപയോഗിച്ച് പാർട്ടി അതിനനുസരിച്ചുള്ള അന്വേഷണം നടപടി നടത്തുമോ ഉണ്ടാകും. ഇല്ലയോ? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ ഇനി ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല കേട്ടോ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ പാർട്ടി ഈ സംവിധാനം ഉപയോഗിച്ച് അന്വേഷണം നടത്തുമോ ഇല്ലയോ? ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത്. ആർക്കെതിരെയും ആരോപണം ഉണ്ടായാൽ അതിനെതിരെ എല്ലാം പരിശോധന നടത്തുകയും ആ ആരോപണത്തിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്ന പാർട്ടിയും ഭരണ സംവിധാനവും ഒക്കെ തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിലൊരു തർക്കവും വേണ്ട. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തമായി തന്നെ നിങ്ങൾ കണ്ടാൽ മതി. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. ആരോപണങ്ങൾ ആർക്കെതിരെയും ഉന്നയിക്കാം. ആ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ ഇല്ലേ എന്നുള്ള പരിശോധന നടക്കും. ആ പരിശോധനയ്ക്ക് അടിസ്ഥാനത്തിൽ മാത്രമേ നടപടി ഉണ്ടാകൂ. അതാണ് അതിന്റെ പി ശശിക്കെതിരെ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ചത്. ആർക്കെതിരെയും എന്നുള്ള ജനറലൈസേഷൻ അതിന് മറുപടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന്റെയും സാധ്യതയില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് 2 തവണ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ് എന്നും അദ്ദേഹത്തിനോട് അനധികൃതമായ സഹായം ആവശ്യപ്പെട്ടത് നൽകാത്തതിന്റെ പേരിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചിലർ വിളിച്ചു പറയുന്നതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ആവർത്തിച്ച് പറയാൻ ബാധ്യസ്ഥയായത്.